ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അങ്ങനെ ന്യൂ ഇയർ ഒക്കെ നമ്മൾ തിരിച്ച് പുതിയ വർഷം തുടങ്ങാനായിട്ട് പുതിയ കാര്യങ്ങൾ തുടങ്ങാൻ വേണ്ടി നമ്മൾ എവിടെ എത്തിയിരിക്കുന്നു? നമ്മുടെ സ്വന്തം രണ്ടാം വീട്ടിൽ ചിന്ന വീട്ടിൽ ചിന്ന വീട്ടിൽ എറണാകുളത്ത് നമ്മുടെ വീട്ടിലെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അങ്ങനെ ഇന്ന് നമ്മൾ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരുന്നപ്പോഴത്തേക്കാണ് ഇവിടെ സാധനം ഉണ്ടായിരുന്നു, അവിടെ പോയി കാണില്ല. ഇവിടെ ഒരു മുതലുണ്ടായിരുന്നു, അതിനെ കാണുന്നില്ല. ഇന്നലെ ഞാൻ ആക്ച്വലി ഇന്നലെ ഞാൻ എറണാകുളത്തേക്ക് തിരിച്ചെത്തിയത്, അത് ഈ 2-ാം തീയതിയാണ് എത്തിയത്. എത്തിയപ്പോഴത്തേക്കും വെളുപ്പിനെയപ്പോഴത്തേക്കും ഒരു തന്നെ കോള്, എടാ പുറത്തേക്ക് വന്നു പറഞ്ഞൊരു കോള്. നോക്കിയപ്പോൾ ആരാണ് വന്നേക്കണ് വെളുപ്പാൻ കാലത്ത് വാടാ പുറത്തേക്ക് വന്ന്. ഞാൻ നിങ്ങോട്ട് വരുന്നാന്ന് മാത്രമേ ചോദിച്ചുള്ളൂ. അപ്പം തന്നെ വണ്ടി എടുത്തിട്ട് വന്നിരിക്കരുത്. അപ്പം ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രസ് പർച്ചേസ് ഇപ്പോൾ ഉണ്ട്, പർച്ചേസ് ഉണ്ട്. പക്ഷെ പർച്ചേസിന്റെ പ്രശ്നം ഞാൻ ക്രെഡിറ്റ് കാർഡ് ഡിക്ലൈൻ ചെയ്ത് കളഞ്ഞിരിക്കുക. ഞാൻ പെട്രോൾ ഒഴിച്ചു അതിന് ശരിയായ പർച്ചേസ് നടക്കുന്നത് ഇല്ലെങ്കിൽ മറ്റേത് എവിടെ പോയേ അങ്ങനെ 2022 തുറക്കം വെച്ചേ 2022 തുറക്കുന്നതിന്റെ മൂഞ്ചിക്കൊണ്ടിരിക്കും തുടക്കം. സോ 26 വർഷം പോണെന്ന് അറിയുന്നില്ലേ, ഇങ്ങനെ കാണുന്ന മതിയാ. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ എവിടേക്കാണ് പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ വെസ്റ്റ് സൈഡിലേക്കാണ് പോകുന്നത്. വെസ്റ്റ് സൈഡിൽ സെയിൽ നടക്കുന്നുണ്ട്. നമ്മൾ വെസ്റ്റ് സൈഡിൽ നടക്കുമ്പോഴത്തേക്കും ചെറിയ പോയി എടുത്ത് വെക്കും. അത് 1 വർഷത്തേക്ക് 1.5 വർഷത്തേക്ക് അത് അങ്ങനെ പോകും. പിന്നെന്തെങ്കിലും എടുക്കാം, പോവുക നോക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനം. നമ്മളൊന്നും പ്ലാൻ ചെയ്യുന്നില്ല, പോയി നോക്കുക എന്താവുന്നുള്ളത്. പോയി നോക്കിയിട്ട് പറയാം എന്തിനാണെന്ന് എനിക്ക് ഐഡിയ ഇല്ല. ഓക്കെ, എന്തായാലും നമുക്കിപ്പോൾ ഇവിടെ നടക്കാമല്ല. നമ്മൾ ഉച്ചയ്ക്ക് ഇപ്പോൾ രാവിലെ 10 മണിക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചാണ്. ഇപ്പോൾ സമയം അധികമൊന്നും വൈകിട്ടൊന്നുമില്ല, 1:30 ആയിട്ടുണ്ട്. അത്രയും ആയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല, ഊണും എല്ലാം അവിടെ പോയിട്ടുണ്ടാവും. അവിടെ എന്നിട്ട് മീൽസ് കഴിക്കണോ മന്തി കഴിക്കണോ? ഓക്കെ, എന്റെ ഫേവറേറ്റ് സ്ഥലമുണ്ട്, അവിടെ പോയി നമുക്ക് മീൽസ് കഴിക്കാം. എന്നാ അങ്ങോട്ട് പോണോ അതാ ഇവിടെ പോണോ? പലരും എവിടെയാണ് അടുത്ത ഫുഡ് സ്പോട്ട്? നല്ല എവിടെ? ഞാൻ പോണത് അവിടെയാണ്, എൻ്റെ പനമ്പള്ളി വനിതാ ഹോട്ടൽ. നമുക്ക് എന്താണെന്ന് പ്ലാൻ ചെയ്ത് ശരിയാക്കിയിട്ടൊക്കെ വരാം. ഇവിടെ വൈറ്റിലുള്ള പുതിയ വെസ്റ്റ് സൈഡിൽ വന്നിരിക്കുക. വലുതാ നല്ല തിരക്കുണ്ട്. ഓഫർ ആയവരുടെ എല്ലാവരും ഡ്രസ്സ് വാങ്ങിക്കാൻ വന്നിരിക്കുന്നു. ഓഫർ ആയിട്ടാരുടെ എല്ലാവരും ഡ്രസ്സ് വാങ്ങിക്കാൻ വന്നിരിക്കുക. നമുക്കെന്തായാലും അകത്ത് നിന്ന് മെൻ സെക്ഷൻ വരെ പോയിട്ടൊക്കെ വരാം. വൈറ്റിലുള്ള വെസ്റ്റ് സൈഡിൽ വന്നിട്ട് ഇവിടെ കളക്ഷൻസ് ഒക്കെ ഭയങ്കര കുറവ്. ആമ്പിള്ളേരെ ഒന്നുമില്ല, ടീഷർട്ട് ഒന്നുമില്ല. ഞാൻ ഉദ്ദേശിക്കുന്ന ടൈപ്പ് കാണുന്നില്ല. അപ്പോൾ ഞാനത് ഹൈക്കോടതിൻ്റെ അവിടെ പോയി നോക്കാമെന്ന് വിചാരിച്ച്. അവിടെയുള്ള സാധാരണ ഇപ്പം മിക്കപ്പോഴും പോകുന്നു. അപ്പം നമ്മുടെ പനമ്പള്ളിയിൽ നിന്ന് ഫുഡും കഴിച്ച് നേരെ വൈറ്റിലേക്ക് പോകുന്നത് വിചാരിച്ചു. ഇതിനെന്തോ വേറെ ആരും മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അവൻ അങ്ങനെ പോയി. ഇനിയിപ്പം ഞാൻ മാത്രമേ ഒറ്റയ്ക്കുള്ള. ആരും വിളിച്ചിട്ടാണ് ആരുമില്ല, വിളിച്ചിട്ട് ആരും ഒന്നും ഇല്ല. സോ ഒറ്റയ്ക്ക് പോകാമെന്ന് വിചാരിച്ച് നേരെ ഒറ്റയ്ക്ക് പോയിട്ട് ഡ്രസ്സും എടുത്ത് ഫുഡും കഴിച്ചിട്ട് എന്തെങ്കിലും ചെയ്യാം. ഒറ്റയ്ക്കല്ലേ ഒറ്റയ്ക്ക് പിന്നെ പറഞ്ഞ കാര്യമില്ല. ഇതിപ്പം 2026 തുടങ്ങിയപ്പോൾ തന്നെ മൊത്തം ഒറ്റയ്ക്കുള്ള അവസ്ഥയാണല്ലോ ചെയ്യുന്നത്. എനിക്കാണെങ്കിൽ ഒറ്റയ്ക്കിരിക്കാൻ പറ്റാത്തൊരു പേഴ്സണാണ്. അക്സെപ്റ്റ് എ സിറ്റുവേഷൻ ആൻഡ് മൂവ് ഓൺ. എന്തായാലും പോയി ഫുഡ് കഴിക്കാം, വിശപ്പെങ്കിലും വരട്ടെ. പോയ പരിപാടി ഒന്നും നടന്നിട്ടില്ലെന്ന്. നിതിനുണ്ടാവുന്നത് നിതിൻ വേറെ വഴിക്ക് പോയി. ഞാൻ ഡ്രസ്സ് എടുക്കാൻ പറ്റും, അത് നടന്നില്ല. മൊത്തത്തിൽ നെഗറ്റീവ് വൈബാണെന്ന്. മൊത്തത്തിൽ എന്തൊക്കെയോ ഇതായിട്ടിരുന്ന എൻ്റെ മനസ്സിനെ തണുപ്പിക്കാൻ വേണ്ടി ഞാൻ മറ്റേ ഒരു ഓറഞ്ച് സർവത്ത് കുടിക്കാമെന്ന് വെച്ചിട്ട് വന്നിട്ട് നമ്മുടെ മറ്റേ മറൈൻ ഡ്രൈവ് അടുത്തില്ലേ, അതിൻ്റെ ഫേമസ് ഓറഞ്ച് ഇക്കാടുന്ന ഓരോ ഓറഞ്ച് സർവത്ത് കുടിക്കാമെന്ന് വിചാരിച്ചു. എന്തോ 2022 തുടങ്ങിയിട്ട് ഇങ്ങനെയാണല്ലോ. ഇതെങ്ങനെയും കിട്ടിയത് ഭാഗ്യം. ഞാനത് കുടിച്ചിട്ട് നമുക്ക് ഇനിയിപ്പം മറ്റേ ബംബിളോണി ഇല്ലേ, മറ്റേ ബണ്ണിൻ്റെ മറ്റേ സംഭവം ബംബിളോണി വയറിലാക്കിയ കപ്പൽ, അവളിപ്പം 5 മണിയാകുമ്പോഴേക്ക് യൂണിസിലുണ്ടാവുമെന്ന് പറഞ്ഞു. അതെങ്കിലും പോയി ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ അങ്ങോട്ട് പോയിട്ട് വരാം. എനിക്ക് എന്തോ പറ്റണില്ല. ചുൻചേരിക്ക് ഇപ്പോഴാണ് എത്തുന്നത്. ഞാൻ എങ്ങനെയൊക്കെ എനിക്കറിയില്ല. ഞാൻ വണ്ടിയൊക്കെ ഓടിച്ച് എങ്ങാണ്ടൊക്കെ ഏതൊക്കെ വഴികൂടി പോകുന്നത് എനിക്ക് തന്നെ അറിയില്ല. എന്താ പറയുക, ഒരു ഇതില്ലാണ്ട് ഞാൻ ഇങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ കറങ്ങി ഇങ്ങനെ നടന്നിട്ട് അവസാനം ഞാനിപ്പോൾ ക്യൂൻസേലാണ് എത്തിയത്. എൻ്റെ മൈൻഡൊക്കെ പോകുന്നതാണ്. എനിക്കറിയത്തില്ല എന്താ പറ്റിയെന്നുള്ളത്. ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ഞാൻ. എന്താ പറയുക, ഒരു ബഞ്ച് ഓഫ് ആൾക്കാരുടെ കൂട്ടത്തിൽ നടന്നിട്ട് ഇപ്പോൾ ഒന്നിനൊന്നിനും വിളിച്ചിട്ട് ആരുമില്ല, പോയ കാര്യം കൊണ്ട് നടക്കുന്നുമില്ല, ഒന്നൊന്നും ശരിയാവുന്നതൊക്കെ വരുന്നു. അതായത് ഷോപ്പിങ്ങിന് പോയി അത് നടന്നില്ല, എത്ര സ്ഥലത്ത് പോയി അത് നടന്നില്ല, കൂട്ടിനാരെയും വിളിച്ചിട്ട് ആരുമില്ല.
എനിക്കറിയില്ല എന്താണെന്നുള്ളത് സംഭവം എന്നുള്ളത്. കാരണം നമ്മൾ ക്യൂൻസ് വന്നിരിക്കുകയാണ്, ബംബിളോണി ട്രൈ ചെയ്യുക. ഇനി അവർ വരുന്നവരെ 5 മണിക്ക് എത്തുമെന്നാണ് പറഞ്ഞത്. വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. പോയത് പോയി, ഇനി വരാനുള്ളത് നോക്കാം. അല്ലാണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. വെയിറ്റ് ഫോർ. ഞാൻ കയറുമ്പോഴത്തേക്ക് ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ഇട്ട് ക്യൂൻസ് വേരുണ്ട്, ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും സ്വീറ്റ് ആയിട്ടുള്ള സാധനം വാങ്ങിച്ചിരുന്ന സ്റ്റോറി ഇട്ടിട്ടുണ്ട്. ആരെങ്കിലും വരുമെന്ന് നോക്കാം. വരുമെന്നുണ്ടെങ്കിൽ അവർക്കും കൂടെ ബംബിളോണി വാങ്ങിച്ചു കൊടുക്കാം. ഇതിൽ ഞാൻ ഒറ്റയ്ക്ക് കഴിച്ചിട്ട് പോകും. സ്റ്റോറി ഇട്ടിട്ട് ഇപ്പോൾ എൻ്റെ ഒരു 10 മിനിറ്റോളായിട്ടുണ്ട് സ്റ്റോറി ഇട്ടിട്ട്. ഇതുവരെ റെസ്പോൺസ് ഒന്നും വന്നിട്ടില്ല, ആരും മെസ്സേജ് വെച്ചിട്ടൊന്നുമില്ല. നോക്കാം ആരെങ്കിലും വരുമെന്നുള്ളത് നോക്കാം. വന്നില്ല ഞാൻ ഒറ്റയ്ക്ക് കഴിച്ചിട്ട് പോകും. ഇത്രയും നേരം ഒറ്റക്കായിരുന്നല്ലോ, ഇനിയും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ലെറ്റ്സ് വെയിറ്റ്. ഞാൻ സ്റ്റോറി ഇല്ലായിരുന്നു. സ്റ്റോറി കണ്ടിട്ട് എനിക്ക് ഒരാൾ വരാമെന്ന് പറഞ്ഞ് ആളെ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ആൾ വന്നിട്ട് എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ആരാണ് എന്താണെന്നുള്ളത്. അവർ ആൾ വരുന്നതിനൊക്കെ ആൾ 5:15 എത്താമെന്ന് പറഞ്ഞിട്ട് ഇപ്പം പക്ഷേ മണി 5:30 കഴിഞ്ഞ് 5:35 5:40 ആകാൻ പോകുന്നുണ്ട്. പക്ഷേ ഇത് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നമ്മുടെ ബംബിളോണി ടീം ഓൾറെഡി അവർ ലാൻഡ് ചെയ്തിട്ടുണ്ട്, അവർ സെയിൽ തുടങ്ങിയിട്ടുണ്ട്. ഇനി അത് വരുമ്പോഴത്തേക്ക് തീരാണ്ടിരുന്നതാണ്. ഞാൻ അവരുടെ തൊട്ട് പറ്റി തന്നെ ഉണ്ടേ, അവർ ഓൾറെഡി സെയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. തീരാണ്ടിരുന്നാൽ മതി ചില വരുമ്പോഴത്തേക്ക്. അത് വരുമ്പോഴത്തേക്കും തീരാണ്ടിരുന്നാൽ മതി. എന്ന് വെച്ചാൽ തീർന്നു കഴിഞ്ഞാൽ നമുക്ക് അത് നടക്കില്ല, ഇത് നടക്കില്ല, ഒന്നും നടക്കാത്ത അവസ്ഥയായിരിക്കുമല്ല. പിന്നെ മൊത്തത്തിൽ മൂഞ്ചലാണ്. ഇതും കൂടെ മൂഞ്ചി അത്രേ. ലണ്ടനെന്തിരിയെ ദൈവമേ ആൾ കൂടുന്നു. ഇത് കിടപ്പ് കിടക്കുന്നുണ്ട്. കിടപ്പ് കിടക്കണ്. വേറെ ആരെയും ഞാൻ ആളെ വിളിച്ചപ്പോൾ ആൾ പറഞ്ഞാൽ 5 മിനിറ്റിനുള്ളിൽ എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ലൈവ് ലൊക്കേഷൻ അയച്ചു തന്നിട്ടുണ്ട് 5 മിനിറ്റ് എത്തുമെന്നുള്ളതിൻ്റെ. സോ ഞാൻ എന്ത് ചെയ്യട്ടാ, ഇത് പോയി വാങ്ങിക്കണോ അതോ ആളും കൂടെ വന്നിട്ട് പോയി വാങ്ങിക്കണം? ഏതായിരിക്കും ബെറ്റർ? ഐ എം കൺഫ്യൂസ്ഡ്. എന്ത് ചെയ്യുമെന്ന് അറിയാൻ മേലാണ്ട്. നോക്കട്ടെ, എന്തായാലും 5 മിനിറ്റല്ലേ പറഞ്ഞത്, 5 മിനിറ്റുള്ളിൽ നോക്കാം. 5 മിനിറ്റ് ഇപ്പോൾ 5:37 38 39 40 41 42 ഒരു 45 നോക്കാം. 45 വന്നിട്ട് പോയി വാങ്ങിച്ചു വെക്കാം. വാങ്ങിച്ചു വന്നിട്ട് ഒരുമിച്ച് ട്രൈ ചെയ്യാം. ഞാൻ നീണ്ട നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ ഞാൻ സ്റ്റോറി ഇട്ടപ്പോൾ ആ സ്റ്റോറി കണ്ടിട്ട് ഞാൻ വരാം, എനിക്ക് വാങ്ങിച്ചു തരുമോ എന്നൊരു ഒറ്റ ചോദ്യത്തിൻ്റെ ഓർത്ത് ബാ പോരെ എന്നല്ലേ ഞാൻ പറയത്തുള്ളൂ, അല്ലാണ്ട് ഞാൻ വേറൊന്നും പറയത്തില്ല. പക്ഷെ ഞാൻ വിളിച്ചത് 4 മണിയായപ്പോൾ വിളിച്ചത്. പക്ഷേ ഒരു ഞാൻ സ്റ്റോറി ഇട്ടൊരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ റിപ്ലൈ തന്ന ആള് വന്നത് ഇപ്പം സ്റ്റോറി ഇട്ട് എന്തായിരുന്നു നോക്കട്ടെ. സ്റ്റോറി ഇട്ടിട്ട് എന്തായിരുന്നു ചിലപ്പോൾ സ്റ്റോറിയും വരില്ല. കറക്റ്റ് 1 അവർ സ്റ്റോറി ഇട്ട് കറക്റ്റ് 1 അവർ ആയപ്പോൾ ഞാൻ 5 മിനിറ്റിനുള്ളിൽ വരാമെന്ന് പറഞ്ഞ ആള് കറക്റ്റ് 1 അവറിന് ശേഷം എത്തിയിട്ടുണ്ട്. ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആള് ഈ ഇടയ്ക്ക് ഉണ്ട് കുറച്ച് സ്പീക്സും കാര്യങ്ങളൊക്കെ ഇട്ട് ഇൻസ്റ്റഗ്രാമിൽ കയറി വന്നൊരു ക്രിയേറ്റർ. ഇൻഫോ പാർക്ക് സൈഡിൽ എന്താ പറയുക, ആൺകുട്ടികളിലെ കണ്ണിലുണ്ണിയും കണ്ണിലെ കൃഷ്ണമണിയുമായ മറ്റൊരാൾ എന്താ പറയുക, ഒരു സ്പീച്ച് തെറാപ്പിസ്റ്റ് പോലെ നടക്കുന്നു. പിന്നെ ഇൻഫോ പാർക്കിൽ പട്ടിപ്പണി എടുക്കുന്ന വേറെ ആരുമല്ല, അഭിരാമി. ഒരുപാട് ക്യൂട്ട്നെസ്സിലുണ്ട്. ഇവയ്ക്ക് ഈ ക്യൂട്ട്നെസ് ഒന്നും ഇല്ല. ഞാൻ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ക്യൂട്ട്നെസ് ഒക്കെ ഞാൻ കട്ട് കളയും. ഹലോ മിസ്റ്റർ അഭിരാമി സുധീർ, വരൂ. ബംബിളോണി കഴിച്ചിട്ടുണ്ടോ? ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല? ബൺമസ്ക അങ്ങനെ വൈറൽ സാധനം ട്രൈ ചെയ്തിട്ടില്ല. ബിക്കോസ് എന്താണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവള് പകലുറക്കം രാത്രി വർക്കിങ്ങുമാണ്. ഞങ്ങൾ രാത്രി കറക്കം പകലുറക്കം. ബാ കഴിക്കണ്ടേ? നീ വാങ്ങിച്ചു തരുമല്ലേ? വാങ്ങിച്ചിട്ട് നിന്നെ കൊണ്ട് പോയത് ഞാൻ വാങ്ങിച്ചോളാം, നീ കൊടുക്കണ്ട. വെറുതെ പട്ടിപ്പണി എടുക്കണല്ലേ, നിന്നെ വിളിച്ചിട്ട് ഞാൻ വാങ്ങിച്ചു തരാന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ക്യാഷ് എടുത്താൽ നീ വാങ്ങിക്കും. എവിടെയോ എന്തോ ഒരു തകരാറ്. ഏതാ വാങ്ങണത് ഐഡിയ ഇല്ല. ബംബിളോണി വാങ്ങി 3 ബംബിളോണി വാങ്ങി. ബംബിളോണി വാങ്ങിച്ചു, കാരണം ഐക്കോണിക് സാധനം. അതെന്താ സാധനം? അത് അതെന്താന്ന് ഞാൻ ചോദിച്ചു. നിനക്ക് ഏതാ ഇഷ്ടം? ചോക്ലേറ്റ് ആണോ നോർമലാണോ കസ്റ്റാർഡാണോ? രണ്ടും വാങ്ങാം. രണ്ടും ട്രൈ ചെയ്യുന്നതാ. ഇതിന് കുറച്ചൊരു മധുരം കൂടും. നീ സ്വീറ്റ് അല്ലേ, അപ്പം സ്വീറ്റ് കഴിക്കാൻ ഒന്നുകൂടെ മധുരം കൂടും. എല്ലാം നീ എങ്ങനെ പിടിക്കും? മഴ വരുന്നുണ്ട്. നീ പുറത്തിറങ്ങിയോണ്ടാണ്. നീ പുറത്തിറങ്ങിയോണ്ട് മഴ വരുന്നു പറഞ്ഞാൽ ഞാൻ വാങ്ങിക്കാം.
നിനക്ക് ഏത് വയസ്സ് നമുക്ക് സ്വീറ്റ് ആണോ ചോക്ലേറ്റ് ആണോ എനിക്ക് രണ്ടും വേണം. പേയ്മെൻറ്റ് എത്ര? ചേഞ്ച് ഇല്ല. ജീപ്പേ? എന്നാലും ഞാൻ കൊടുക്കാം, വേറെ നീ കൊടുക്കണ്ടേ. ഇനി എന്നിട്ട് ഞാൻ നിന്നെ വിളിച്ചിട്ട് ഞാൻ കൊടുക്കുന്നു പറയണ്ട എല്ലാം കൂടെ. മൂന്നെണ്ണം പടപടെ ക്യൂട്ട്നെസ്, ക്യൂട്ട് ഗേൾ വിത്ത് സ്വീറ്റ് ബൺ ബംബിളോണി. പടപടെ ഏതെങ്കിലും നല്ലൊരു പ്രൈവ് ലൊക്കേഷൻ നോക്കി പിടിക്കും. നീ ട്രൈ ചെയ്യും. അപ്പോൾ അത് വരാതെ അവിടെ അങ്ങനെ സംസാരിക്കണം, ഇവിടെ വന്ന് മിണ്ടണില്ല. മ്യൂസിക് പോയി. എങ്ങനെയുണ്ട്? കൊള്ളാം. എന്താണ് എൻ്റെ ഒരു സ്വീറ്റ് മീറ്റ് സ്വീറ്റ്. ഇതേ മറ്റേ വാനിലല്ലേ പറഞ്ഞത്? കസ്റ്റാർഡാ? ജ്യൂസി. ഇത് എങ്ങനെ വിവരിക്കുമെന്ന് എനിക്ക് അറിഞ്ഞു. ഇതിനകത്ത് ഇത് നോക്കി, അകത്ത് ജ്യൂസ് പോലെ വേണോ നിനക്ക്? ജ്യൂസ് ഉണ്ടോ അതിനകത്ത്? ജ്യൂസ് കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരു വെറൈറ്റി അല്ലേ? വെറൈറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇതുവരെ എന്താ പറയുക, എനിക്ക് ഒരുപാട് ഡിസ്ക്രീ അറിഞ്ഞു. എന്ത് കൊള്ളാം, നല്ല ഓവർ സ്വീറ്റ് അല്ല. പക്ഷേ ഓവർ സ്വീറ്റ് ആണ്. എനിക്ക് ഞാൻ ഇച്ചിരി ചോക്ലേറ്റ് ട്രൈ ചെയ്യിക്കുക. പക്ഷേ എനിക്ക് ഇതിനേക്കാൾ കൂടുതൽ ചോക്ലേറ്റാണ് ഇഷ്ടപ്പെട്ടത്. കിടിലൻ ചോക്ലേറ്റ് കുറച്ച് കിടില്. ഭയങ്കരമായിട്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഭയങ്കരമായിട്ട് സംസാരിക്കുകയും കാര്യങ്ങൾ ചെയ്യുന്നവരെ ഇവിടെ വന്നപ്പോൾ എന്ത് പറ്റി? ഇതിപ്പോൾ ആർക്കാ പറയുന്നില്ല, ഞാൻ നിന്നെ അൺകംഫർട്ടബിൾ ആക്കി എന്ന് പറയും. അല്ല, ഞാൻ ഇങ്ങനെ കുറച്ച് ടൈം എടുക്കും. അതിനാണ് ഞാൻ നേരത്തെ വരാൻ പറഞ്ഞത്. അതിനകത്ത് എന്താ പറ്റിയിരിക്കുന്നത്? എന്ത് പറ്റിയിരിക്കുന്നു? സത്യം അതിനെന്താ പറ്റിയിരിക്കുന്നു? സീരിയസിന് എന്താ പറ്റിയിരിക്കുന്നത്? അടിച്ചോണ്ട് പോയി ഗൈസ്, അടിച്ചോണ്ട് പോയി. കോഫി ബൈറ്റിന്റെ ഒക്കെ ടേസ്റ്റ് ഇല്ലേ പണ്ട് കിട്ടായി? ഓവർ റിച്ച് അല്ലാത്ത ചോക്ലേറ്റ്. സത്യകഥ ഞാൻ പക്ഷെ അത് ഇപ്പം നിങ്ങൾ പറയുന്നത് എനിക്ക് മാത്രമേ അറിയാത്തുള്ളൂ, ബാക്കി എല്ലാവർക്കും അറിയാത്തുള്ളൂ. എന്താണ് സത്യത? ഹണി റോസ് ഇവിടെ ഏതോ ഒരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. ഹണി റോസ് കിടക്ക് നോക്കണ്. ഹണി റോസ്, ഹണി റോസ് ചേച്ചി എവിടെയാണ്? ഒരു ഹായ് തരുമോ? എനിക്കൊന്നും ആ ഫ്ലാറ്റ് വന്നതുകൊണ്ട് അന്ന് സ്റ്റാർ അടക്കം ഉണ്ടാ? ആ സ്റ്റാർ അടക്കുന്ന ഫ്ലാറ്റാന്ന് തോന്നുന്നു. അതിനെന്തറിയാവാ, പുള്ളിക്കാരത്തി ഒരു സ്റ്റാർ അല്ലേ. അപ്പം 2026 എന്താണ് റെസൊല്യൂഷൻ? അങ്ങനെ റെസൊല്യൂഷൻ ഒന്നുമില്ല. ചളി പറയരുത്, അതാണ് റെസൊല്യൂഷൻ ഇടേണ്ടത്. അയ്യോ അങ്ങനെ പറയല്ലേ, അതില്ലാണ്ട് ഞാനുണ്ടോ ഇവിടെ? നിനക്ക് തരാനായിട്ട് പൂവില്ല തൽക്കാലം. അയ്യോ പൂവില്ല തൽക്കാലം. ഈ ചെടി വെച്ച് നീ അഡ്ജസ്റ്റ് ചെയ്യണം. സാധാരണ എൻ്റെ സ്ട്രേഞ്ചേഴ്സിന് എല്ലാവരും ഞാൻ ഫ്ലവർ കൊടുക്കുന്നതാണ്. പക്ഷെ ഇത് ഷോർട്ട് ടൈം പീരീഡിൽ നീ ഞാൻ ഒറ്റക്കാരൻ തന്നെ വന്നല്ലോ. അത് കാരണം ഇത് വേറെ എന്തെങ്കിലും വേണോ നിനക്ക്? ഐസ്ക്രീം വേണ്ട? ചോക്ലേറ്റ് ഒന്നും വേണ്ട? നല്ല കുട്ടിയാ. നല്ല കുട്ടിയാ? ഇങ്ങനെ അധികം കഴിക്കാറൊന്നുമില്ല. അധികം കഴിക്കാറില്ലെന്ന്? എനിക്കൊരു പേജ് ഉണ്ട്, ഫുഡ് ഇഷ്ടോ. ഫുഡ് ഇഷ്ടമുള്ളവർ? ഫുഡ് ഇഷ്ടമുള്ളവരല്ല, ഫുഡ് ഇഷ്ടോ. ഫുഡ് ഇഷ്ടോ? കിഷ്കിഷ്ടോ കഷ്കിഷ്ടോ? അക്കിഷ്ടോ അല്ല, ഇത് ഫുഡ് ഇഷ്ടോ. ഫുഡ് ഇഷ്ടമാണ്. ഫുഡ് ഇഷ്ടമാണല്ല, ഫുഡ് ഇഷ്ടോ. ISHTO. ISRO? ISRO അല്ല, ISHTO. ഫുഡ് ഇഷ്ടം. ഫുഡ് കിഷ്കിഷ്ട കായിഷ്ട കുഷ്കിഷ്ട കുഷ്ട എന്ന് പറയുന്ന ആ സാധനത്തിന്റെ നീ അടിച്ചു പറ്റിയല്ലേ ഇത്? അല്ല,
പിന്നെ ഇതെനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് പേര് ഗോകുൽ എന്ന് പറഞ്ഞ ചേട്ടൻ എനിക്ക് പറഞ്ഞ പേരാ. സത്യം പറഞ്ഞാൽ ഇവള് ഇങ്ങനെയല്ല, നന്നായിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. അവള് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ കാര്യം അറിയാമോ, അവളെ ട്രൈപ്പോഡ് വെച്ചിട്ട് അതിൻ്റെ ഫ്രണ്ട് വന്നിട്ട് അങ്ങനെ സംസാരിക്കുന്നതാണ്. പക്ഷെ ഇപ്പം വർക്ക് ഫ്രം ഹോമിൻ്റെ ഇതൊക്കെ ഒരു അങ്ങോട്ട് മാറി പുറത്തേക്ക് ഇറങ്ങിയതിൽ സത്യം പറഞ്ഞാൽ വർക്ക് ഫ്രം ഹോം ഭയങ്കര ബോറല്ലേ? കുറച്ച്, പക്ഷെ നല്ലതാ. എങ്ങനെ നല്ലതാണ്? നമുക്ക് ട്രിപ്പ് പോവാ. അതായത് ഇപ്പം നൈറ്റ് ഷിഫ്റ്റ് വർക്ക് ചെയ്യണോണ്ട് മൺഡേ ടു ഫ്രൈഡേ നമ്മൾ നൈറ്റ് വർക്ക് ചെയ്യുന്നു, മിഡ് നൈറ്റ് വർക്ക് തീരുന്നു, മിഡ് നൈറ്റ് അല്ല ഏർലി മോർണിംഗ് വർക്ക് തീരുന്നു. നമ്മൾ അത് കഴിഞ്ഞിട്ട് ശനി ഞായറും തിങ്കൾ മോർണിംഗ് ഈ ഒരു ഉച്ച വരെ കിടന്നുറങ്ങാം. അല്ല, നമുക്ക് ഫ്രീ ആണ്. സോ നമുക്ക് എവിടെയെങ്കിലൊക്കെ പോവാ, എന്തെങ്കിലുമൊക്കെ ചെയ്യാ. ഇതിനൊക്കെ എന്താ പരിപാടി? ഇനി ഫ്രണ്ട്സായിട്ട് പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കണം. ഞാൻ അധികം ഫുഡ് കഴിക്കാറില്ലെന്ന് പറഞ്ഞ ആളാ. അങ്ങനെ നമ്മൾ കുറെ കഴിക്കരുത്. പിന്നെ നമ്മള് ഒരു സ്ഥലത്ത് ഇച്ചിരി കഴിക്കണം, അടുത്ത സ്ഥലത്ത് ഇച്ചിരി കഴിക്കണം. എന്നിട്ട് ഇപ്പൊ ഒരു ചിക്കൻ ബിരിയാണി മേടിച്ചു കഴിഞ്ഞാൽ എൻ്റെ ആ ചിക്കൻ ബിരിയാണിയിലെ 2 കഷ്ണം ഉണ്ടെങ്കിൽ ഞാൻ അതിലൊരു കഷ്ണം എൻ്റെ ഫ്രണ്ടിന് കൊടുക്കും. കൂടെ തന്നെ ഇറക്കാന്ന് റൈസും ഞാൻ കൊടുക്കും. എനിക്ക് അത് ഇച്ചിരി മതി. അല്ലെങ്കിൽ ഇത് കാണുന്ന എൻ്റെ ക്രിസ്റ്റി വന്നിട്ട്, അതായത് മറ്റേ ഡയറ്റ് പ്ലാൻസ് വന്ന ചേട്ടൻ വന്നിട്ട് എന്നെ അടിക്കും. ഡയറ്റാ? ഇത് നോക്കിയേ, ഇതും കൂടെ ചേർത്തിട്ട് നിനക്ക് ഡയറ്റ് പ്ലാനാ. എനിക്കൊക്കെയാണ് സത്യം പറഞ്ഞാൽ ഡയറ്റ് പ്ലാനൊക്കെ വന്നു കുറച്ച്. അല്ല, പെൺകുട്ടികള് വണ്ണം വെക്കും. വെറുതെ ഇരുന്നാ കഴിച്ചാ വണ്ണം വെക്കും. ഞാൻ നൈറ്റ് ഷിഫ്റ്റ് അല്ലേ. പക്ഷെ ഇനി ഞാനും അങ്ങനെ എക്സസൈസോ കാര്യങ്ങളും ചെയ്യുന്നില്ല. പക്ഷെ എപ്പോഴാ മൂത്ത ഫ്ലോ അത്ര ഞാൻ ചിന്തിക്കുന്നുള്ളൂ. താങ്ക് യു ഫോർ കമ്മിങ്. ഇതാ എനിക്കൊന്നും ഫ്ലവർ ഒന്നും തരാൻ പറ്റില്ല, എനിക്ക് ഭയങ്കര സങ്കടമായി. നെക്സ്റ്റ് എന്തെങ്കിലും പരിപാടിക്ക് നീ വരുമോ? എന്ത് പരിപാടി സെറ്റ് ചെയ്യണം? ഫുഡ് അടിക്കാൻ പോണോ അതാ വേറെ എന്തെങ്കിലും പഠിക്കാൻ പോണോ? ഫുഡ് കഴിക്കാൻ പോവാ. എവിടെ പോകും? എന്തെങ്കിലും നോക്കണം, എന്തെങ്കിലും വെറൈറ്റി വരുമെന്നുണ്ടെങ്കിൽ. അല്ലെങ്കിൽ ക്യൂൻസിൽ 1-2 ഫുഡ് ഏരിയ ഇവിടെ ട്രൈ ചെയ്യണമെങ്കിൽ പറ. ഇവിടെ കുറേ സ്പോട്ടുകളുണ്ട് ഇപ്പോൾ പുതുതായിട്ട് വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ബംബിളോണി ഒക്കെ അവർ പല ഏരിയ വന്നാണ്. അല്ലാണ്ട് ഇവിടെ കുറേ സ്പോട്ട് ഉണ്ടല്ലേ. അപ്പോൾ അതിൽ ഏതൊക്കെ ട്രൈ ചെയ്യണം എന്നുള്ളത് നിങ്ങൾ പറ, അല്ലെങ്കിൽ നമ്മൾ ട്രൈ ചെയ്യാം. നിങ്ങൾ പറഞ്ഞിട്ട് അതിനനുസരിച്ച് നമ്മൾ സെറ്റ് ചെയ്യാം. ഓക്കെ, ബൈ പരിപാടി ഇതെങ്ങനെ തിരിച്ച് റൂമിൽ വന്ന് എന്തൊക്കെയോ നടന്ന് എന്തൊക്കെയോ സംഭവിച്ച് എന്താണ് എന്തോ അതങ്ങനെ പോട്ടെ. അത്രയ്ക്കൊക്കെ ഉള്ളു. വരാനുള്ളത് വരും, സംഭവിക്കാനുള്ളത് സംഭവിക്കും. അത്രയൊക്കെ ഉള്ളു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും സന്ധിക്കുമ്പോഴേക്കും വണക്കം.